ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു, പഠിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ് കേട്ടോ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് കണ്ട് പഠിച്ചിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററായ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ദെൻ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് അല്ലേ. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ, ഒരു സിംഹവും സിംഹത്തിന്റെ കുട്ടികളും അല്ലേ. ആ കുട്ടികളെ കണ്ടാൽ അത് സിംഹത്തിന്റെ കുട്ടിയാണെന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ലേ? അതായത് സിംഹം എങ്ങനെയാണോ ഇരിക്കുന്നത്, അമ്മ സിംഹം എങ്ങനെയാണോ ഇരിക്കുന്നത്, അതുപോലെ തന്നെ മക്കളും ഇരിക്കുന്നുണ്ട് അല്ലേ. ആ കുട്ടികളെ കണ്ടാൽ നമുക്ക് സിംഹത്തിന്റെ കുട്ടിയാന്ന് മനസ്സിലാവും. കറക്റ്റായിട്ട് എക്സാക്ട് കോപ്പി അല്ലേ, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ തന്നെ ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് പൂച്ച ഇരിക്കുന്നുണ്ടോ? പൂച്ചയും പൂച്ചേന്റെ മക്കളും കൂടി ഇരിക്കുന്നുണ്ട് അല്ലേ. ഈ പൂച്ചേന്റെ മക്കളൊക്കെ ഒരേ കളേഴ്സ് ആണോ, അല്ലെങ്കിൽ അമ്മയെ പോലെ തന്നെ പൂച്ചക്കുഞ്ഞിനെ പോലെ തന്നെയാണോ പൂച്ചേന്റെ മക്കൾ ഇരിക്കുന്നത്? അല്ല അല്ലേ, പലരും വെറൈറ്റി കളേഴ്സിലാണ്. അതുപോലെ പട്ടിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാ? വെറൈറ്റി കളേഴ്സിലാണ്. ഒരാൾ മാത്രം വെറൈറ്റി കളറായിലേക്ക് മാറി, ബാക്കി 2 പേരും ബ്ലാക്ക്, 3 പേരും ബ്ലാക്ക് ആയിട്ട് അല്ലേ. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അതേ ഒരു പകർപ്പിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നു, അല്ലാത്തത് എന്താണ് വേരിയേഷൻ സംഭവിക്കും അല്ലെ, വ്യതിയാനം അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തൊരു ക്യാരക്ടർ കുഞ്ഞിലേക്ക് വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ജെനറ്റിക്സ് ആണ് കേട്ടോ. ജെനറ്റിക്സ്. ഓക്കെ, പാരൻസിൻ്റെ അതേ ക്യാരക്ടേഴ്സ്, പാരൻസിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ അതേപടി നമുക്ക് കിട്ടുന്നു. നമ്മൾ ഓസ്പ്രിങ് എന്ന് പറയും. നമ്മളിലേക്ക് വരുന്നതിന് പറയുന്ന പേരാണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയും. ഓക്കെ, പാരൻസിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മളിലേക്ക്, പാരൻസിൻ്റെ അതേ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തുന്നതിനെ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയും. ചില കേസിൽ പാരൻസിനില്ലാത്ത ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തും അല്ലേ. പാരൻസിന് അങ്ങനെ ഒരു ക്യാരക്ടറേ ഉണ്ടാവില്ല, മുടിയോ സ്കിന്നിൻ്റെ കളറോ എന്തോ ആവട്ടെ, ചിലപ്പോൾ പാരൻസിന് അങ്ങനെ ഒരു കളേഴ്സ് അല്ല കാര്യങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ അത് കുഞ്ഞിലേക്ക് എത്തും. അതിന് പറയുന്ന പേരാണ് വേരിയേഷൻ അഥവാ വ്യതിയാനം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ് ഹെറിഡിറ്റി, എന്താണ് വേരിയേഷൻ, എന്താണ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയേഷനെ കുറിച്ചും ഹെറിഡിറ്റിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹെറിഡിറ്റി എന്താണ്, വേരിയേഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോളണം. എന്താ ഹെറിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിൽ നിന്ന് അവരുടെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുന്നതാണ് ഹെറിഡിറ്റി. വേരിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തുന്നതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. ഓക്കെ, ഗ്രിഹർ ജൊഹാൻ മെൻഡൽ അദ്ദേഹമാണ് ഇത് കേട്ടോ. ഗ്രിഹർ ജൊഹാൻ മെൻഡൽ, ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അപ്പം ഇദ്ദേഹം ഹെറിഡിറ്റിയെ കുറിച്ചും വേരിയേഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ചെയ്തു. ആ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇദ്ദേഹം പരീക്ഷണം ചെയ്തു വെച്ചാൽ പരീക്ഷണത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് എന്താണ്? ഗാർഡൻ പീ പ്ലാന്റ് ആണ്. തോട്ടപ്പയർ എന്ന് പറയും. ഗാർഡൻ പീ പ്ലാന്റ് അഥവാ തോട്ടപ്പയർ എന്ന് പറയും. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൈസം സറ്റൈവം എന്നാണ് സയൻറ്റിഫിക് നെയിം വരുന്നത്. പൈസം സറ്റൈവം, ഗാർഡൻ പീ പ്ലാന്റ്. ഇദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിട്ട് പഠിച്ചോളണം, ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. അത് മൊത്തം പറയാൻ കിട്ടിയില്ലെങ്കിലും മെൻഡൽ എന്ന കാര്യം ആലോചിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു തരാം. ആ ഒരു കഥ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ആ കഥയൊന്നും അല്ല കേട്ടോ പരീക്ഷയ്ക്ക് വരിക, അത് മനസ്സിലുണ്ടായിട്ട് അത് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ, പയറുചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ, അത് പെട്ടെന്ന് വിളവെടുക്കും അല്ലേ. നമ്മൾ നട്ട് ഒരു 2-3 മാസം കൊണ്ട് അതിന് കായ് ഫലം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പയറുചെടിയാണ് ഇദ്ദേഹം തിരഞ്ഞെടുത്തത്. അപ്പോൾ പയറുചെടി തിരഞ്ഞെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പയറുചെടീൻ്റെ ഒരു ക്യാരക്ടർ മാത്രമാണ് ഇദ്ദേഹം നോക്കിയിട്ടുള്ളത്. ഒരൊറ്റ ക്യാരക്ടർ വെച്ചിട്ടാണ് പരീക്ഷണം ചെയ്തത്. അതായത് ഇദ്ദേഹം തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, തോട്ടത്തിലൊക്കെ പയറുചെടി ഉണ്ടാവും അല്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ പയറുചെടി ഉണ്ട്. പയറുചെടിക്ക് പ്രത്യേകത ഉണ്ട് അല്ലേ. ചിലപ്പോൾ അതിൻ്റെ വിത്തിൻ്റെ ഷേപ്പിന് മാറ്റം ഉണ്ടാവും, വിത്തിൻ്റെ സൈസിന്, കളറിന്, പിന്നെ വലുപ്പത്തിനൊക്കെ മാറ്റം ഉണ്ടാവുന്ന വെറൈറ്റി ആയിട്ടുള്ള പയറുചെടികൾ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം എടുത്തിരിക്കുന്നത് ഒരു ഉയരം കൂടിയ പയറുചെടിയും ഉയരം കുറഞ്ഞ പയറുചെടിയും എടുക്കുകയാണ് ചെയ്തത്. ആദ്യം ഇദ്ദേഹം പരീക്ഷണത്തിനായിട്ട് എടുത്തത് ഒരു ഉയരം കൂടിയ പയറുചെടിയും ഒരു ഉയരം കുറഞ്ഞ പയറുചെടിയും, ടോൾ പ്ലാന്റും ഡാർക്ക് പ്ലാന്റും കൂടിയാണ് അദ്ദേഹം പരീക്ഷണത്തിനായി എത്തത്. ഒരു ക്യാരക്ടർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ ഒരു പരീക്ഷണമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്തൊക്കെ എടുത്തു? ഒരു ഉയരം കൂടിയ പയറുചെടി എടുത്തു, ഉയരം കുറഞ്ഞ പയറുചെടി എടുത്തു. ഇവയിലെ പൂക്കൾ തമ്മിൽ പരസ്പരം പോളിനേറ്റ് ചെയ്തു. ഇവയിലെ പൂക്കളെ പരസ്പരം പോളിനേറ്റ് ചെയ്തിട്ട് കുറേ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓക്കെ, ഉയരം കൂടിയ പയറുചെടീൻ്റെ പൂവും ഉയരം കുറഞ്ഞ പയറുചെടീൻ്റെ പൂവും തമ്മിൽ പോളിനേഷൻ നടത്തിയിട്ട്
ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കി ആ വിത്തുകൾ അദ്ദേഹം മുളപ്പിച്ചു. ഇദ്ദേഹം മുളപ്പിച്ച സമയത്ത് മുളച്ച് വന്നു, പയറുചെടി വലുതായി വലുതായി തുടങ്ങിയപ്പോൾ എല്ലാ പയറുചെടിയും ഉയരമുള്ള പയറുചെടിയായിട്ട് കിട്ടി. ഒരൊറ്റ ഉയരം കുറഞ്ഞ പയറുചെടി പോലും കിട്ടിയില്ല ഇദ്ദേഹത്തിന് ആ കൺഫ്യൂഷനായി. ഉയരം കുറഞ്ഞതും ഉയരം കൂടിയ പയറുചെടിയും തമ്മിലുള്ള പോളിനേഷൻ സംഭവിച്ചിട്ടുള്ള വിത്തുകളാണ്. അത് മുളപ്പിക്കുന്ന സമയത്ത് എന്ത് കിട്ടി? ഉയരം കൂടിയ പയറുചെടി കിട്ടി, ഉയരം കുറഞ്ഞ പയറുചെടി കിട്ടിയില്ല. അപ്പം ആകെ വിഷമായി, കൺഫ്യൂഷനായി. ഇതെങ്ങനെ വരും എന്നറിയാൻ രണ്ടാമത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പ്രൊഡക്റ്റായിട്ട് കിട്ടിയല്ല ഉയരം കൂടിയതും കുറഞ്ഞതും കൂടി പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ചെടികളില്ലേ, ആ ചെടികളെ അദ്ദേഹം പോളിനേറ്റ് ചെയ്തു, സെൽഫ് പോളിനേഷൻ ചെയ്തു. അതായത് ഉയരം കൂടിയ പയറുചെടീൻ്റെയും ഉയരം കുറഞ്ഞ പയറുചെടീൻ്റെയും കിട്ടിയ വിത്ത് മുളച്ച ചെടിയിലെ ആൺപൂവിനെയും പെൺപൂവിനെയും, മെയിൽ ഫ്ലവേഴ്സിനെയും ഫീമെയിൽ ഫ്ലവേഴ്സിനെയും തമ്മിൽ പോളിനേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു ചെടി നിർമ്മിച്ചു. പോളിനേറ്റ് ചെയ്തിട്ട് കുറേ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് അത് നട്ടു നനച്ചു മുളച്ചു വരുന്ന സമയത്ത് എന്തായി? അതിനകത്ത് ഇപ്പോൾ ഒരു 100% നോക്കുകയാണെങ്കിൽ ഒരു 75% ഉയരം കൂടിയ ചെടിയും 25% ഉയരം കുറഞ്ഞ ചെടിയും കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഉയരം കുറഞ്ഞ ചെടി കിട്ടിയില്ലേ? ഒന്നാമത്തെ തലമുറ, ഫസ്റ്റ് ജനറേഷനിൽ എല്ലാം ഉയരം കൂടിയതായിരുന്നു. ആ ഉയരം കൂടിയ ചെടിയെ വെച്ചുകൊണ്ട് പോളിനേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് സെക്കൻഡ് ജനറേഷൻ, അതായത് രണ്ടാമത്തെ തലമുറയിൽ എന്ത് കിട്ടി? ഉയരം കൂടിയ ചെടിയും കിട്ടി, ഉയരം കുറഞ്ഞ ചെടിയും കിട്ടി. പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്. എത്രയാ? ഒരു 75% ഉയരം കൂടിയതും ഒരു 25% ഉയരം കുറഞ്ഞ ചെടിയുമാണ് കിട്ടിയത്. ഇതാണ് അദ്ദേഹം ചെയ്ത മെയിൻ ആയിട്ടുള്ള പരീക്ഷണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉയരം കുറഞ്ഞത് കൂടിയത് അങ്ങനെയൊന്നല്ല ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ ഇനി പറഞ്ഞു തരാം. ഓക്കെ, ആരാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്? ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് ഗ്രിഹർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം എടുത്തത് പയറുചെടിയാണ് കേട്ടോ. പയറുചെടിയുടെ സയൻറ്റിഫിക് നെയിം ആലോചിക്കണം, പൈസം സെറ്റൈവം. ഓക്കെ, ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഒരു പയറുചെടി, 2 പയറുചെടി എടുത്തു. ഉയരം കൂടിയ പയറുചെടി, ടോൾ പ്ലാന്റും പാരൻ്റൽ പ്ലാന്റ് കേട്ടോ, മാതാപിതാക്കൾ. പിന്നെന്താ? ഡോർഫായിട്ടുള്ള ഒരു ഉയരം കുറഞ്ഞ പയറുചെടിയും എടുക്കുകയുണ്ടായി. ഇവ തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയത് ടോൾ പ്ലാന്റ് ആണ്, ഉയരം കൂടിയ പയറുചെടിയാണ് കിട്ടിയത്. ഈ ഉയരം കുറഞ്ഞ പയറുചെടിയെ, ഉയരം കൂടിയ പയറുചെടിയെ അതിലെ പൂക്കളെ തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഒരു 75% ഉയരം കൂടിയ പയറുചെടിയും 25% ഉയരം കുറഞ്ഞ പയറുചെടിയും കിട്ടി. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓക്കെ, അതായത് ഈ ഗ്രിഹർ ജൊഹാൻ മെൻഡലിന് എന്തോ ഒരു ഫാക്ടർ, പാരൻസിൽ നിന്ന് എന്തോ ഒരു ഫാക്ടർ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ ക്യാരക്ടർ നമ്മൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതെന്ത് ക്യാരക്ടറാണെന്ന് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അതെന്ത് ഫാക്ടറാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ നമുക്കറിയാം അല്ലേ, എന്താ? DNA അല്ലേ? DNA അല്ലെങ്കിൽ ജീനുകളാണ് മാതാപിതാക്കളിൽ നിന്ന് നമ്മളിലേക്ക് എത്തുമ്പം അവരുടെ ക്യാരക്ടർ നമുക്ക് കിട്ടുന്നത്. പക്ഷേ മെൻ്റലിൻ്റെ കാലഘട്ടത്തിൽ അത് ജീനും DNA ആണോ എന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഒരു ഫാക്ടർ എന്നാണ് പറയുന്നത്. പാരൻസിൽ നിന്ന് ഒരു ഫാക്ടർ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ ക്യാരക്ടർ നമ്മളിൽ കിട്ടുന്നത് എന്നാണ് കണ്ടുപിടിച്ചത് ഗ്രിഹർ ജൊഹാൻ മെൻഡലാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പരീക്ഷണത്തിലൂടെ ഇദ്ദേഹം മനസ്സിലാക്കിയത് നമ്മളിൽ ഏതൊരു ക്യാരക്ടർ ആയിക്കോട്ടെ, എൻ്റെ ഇപ്പോൾ ഹെയറിൻ്റെ സ്റ്റൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ കളർ ആയിക്കോട്ടെ, എൻ്റെ ഹൈറ്റ് ആയിക്കോട്ടെ, എൻ്റെ വെയിറ്റ് ആയിക്കോട്ടെ, ഈ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് കൂടിയാണ് കേട്ടോ. ഓക്കെ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയി എക്സാമിന് വരുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് 7 ക്യാരക്ടേഴ്സൊക്കെ വെച്ചാണ് പരീക്ഷണം നടത്തിയത്. പക്ഷേ നിങ്ങൾക്ക് 2 ക്യാരക്ടർ, ഓരോ ക്യാരക്ടർ വെച്ചുള്ള പരീക്ഷണവും 2 ക്യാരക്ടേഴ്സ് വെച്ചുള്ള പരീക്ഷണങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നോക്കാനുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഒരു പരീക്ഷണമായ രീതിയിൽ നമുക്ക് എക്സാമിന് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇത്. ഒരു ക്യാരക്ടർ, ഒറ്റൊരു ക്യാരക്ടർ വെച്ച് ചെയ്തത് കൊണ്ടാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. മോണോ എന്ന് വെച്ചാൽ ഒറ്റ, ഹൈബ്രിഡൈസേഷൻ അറിയില്ലേ? വ്യത്യസ്ത ക്യാരക്ടേഴ്സ് നമ്മൾ പോളിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എടുത്തത് എന്താണ്? ടോൾ പ്ലാന്റ് ആണ് അല്ലേ? ആദ്യം ടോൾ പ്ലാന്റ് എടുത്തു, പിന്നെ ഡാർക്ക് പ്ലാന്റ് എടുത്തു കേട്ടോ. പാരൻ്റൽ പ്ലാന്റ് ഉയരം കൂടിയ പയറുചെടി എടുത്തു, ഉയരം കുറഞ്ഞ പയറുചെടി എടുത്തു. ഇദ്ദേഹം പറയുകയുണ്ടായി ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഒരു ക്യാരക്ടർ, നമ്മളിലെ ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, നമ്മളുടെ എന്തൊരു ക്യാരക്ടറും കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് കൂടി ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ടോൾ എന്ന
ആ ഒരു ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ക്യാപിറ്റൽ ടി വെച്ചാണ് കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ ടി വെച്ചാണ് ടോൾ എന്ന ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ടോൾ എന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആയതുകൊണ്ടാണ് താഴെ ക്യാപിറ്റൽ ടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോൾ എന്നത് ക്യാപിറ്റൽ ടി. പിന്നെ ഡാർഫാണ് എടുത്തത് ഉയരം കുറഞ്ഞ പയറുചെടി. ഉയരം കുറഞ്ഞ പയറുചെടീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ടി വെച്ചാണ് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ, ആ ഉയരം കുറഞ്ഞ ക്യാരക്ടർ 2 ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് സ്മോൾ ടി എന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, അതാണ് പാരൻറ്റ് ഉയരം കൂടിയതുമാണ് കുറഞ്ഞതാണ്. ദെൻ ഇതിന് പോളിനേറ്റ് ചെയ്ത സമയത്ത് ഇതിനകത്ത് കോമൺ ആയിട്ട് എന്താ ക്യാപിറ്റൽ ടി അല്ലേ, ക്യാപിറ്റൽ ടി എന്ന ക്യാരക്ടർ ഇവിടെ വരികയുണ്ടായി. ഇവിടെ കോമൺ ആയിട്ട് സ്മോൾ ടി ആണ്. അവ രണ്ടും ആ ഗാമിറ്റ്സുകൾ ചേർന്നിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടാവുകയാണ് ചെയ്തത്. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ടായി. എന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ കൂടി ആ ഉണ്ടായ പയറുചെടി എന്ന് പറയുന്നത് ഉയരം കൂടിയ ടോൾ പ്ലാന്റ് ആണ്. ഈ ഡാർഫിൻ്റെ ഈ ഒരു ക്യാരക്ടർ അവിടെ കാണിച്ചില്ല. സ്മോൾ ടീൻ്റെ ക്യാരക്ടർ അവിടെ കാണിക്കുക ഉണ്ടായില്ല. സ്മോൾ ടി അവിടെ കാണിച്ചില്ല. എന്താ കാണിച്ചത്? ക്യാപിറ്റൽ ടി ആണ് അല്ലേ, ക്യാപിറ്റൽ ടീൻ്റെ ക്യാരക്ടറാണ് കാണിച്ചത്. അതായത് ഉണ്ടായ പയറുചെടി എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് ആണ്. ഡോർഫായിട്ടുള്ള പയറുചെടി അവിടെ ഉണ്ടായില്ല. അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയ, നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയ, നമുക്കവിടെ എന്താ കാണാൻ പറ്റിയത്? ക്യാപിറ്റൽ ടീൻ്റെ ക്യാരക്ടർ അല്ലേ, അതായത് ഉയരം കൂടുതലാണ് കാണാൻ പറ്റിയത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയ ക്യാരക്ടറിനെ അദ്ദേഹം വിശേഷിപ്പിച്ചു ഡോമിനൻ്റ് ട്രൈറ്റ്. ഈ ട്രൈറ്റ് എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവത്തെ പറയുന്ന പേരാണ് ട്രൈറ്റ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, നമുക്കവിടെ അപ്പിയർ ആവുന്ന ആ ക്യാരക്ടറിനെ പറയുന്ന പേരാണ് ഡോമിനൻ്റ് ട്രൈറ്റ്. എന്നാൽ ഇവിടെ സ്മോൾ ടി നമുക്ക് കാണപ്പെടുന്നുണ്ടോ? അതവിടെ ഹിഡൻ ആണ് അല്ലേ. നമ്മളുടെ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് കിട്ടിയതെങ്കിലും ആ ടി എന്ന ക്യാരക്ടർ ഉയരം കുറഞ്ഞ ക്യാരക്ടർ അവിടെ എന്താ ഹിഡനായി ഒളിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഹിഡനായി കിടക്കുന്ന ക്യാരക്ടറിനെ അദ്ദേഹം മറ്റൊരു പേര് പറഞ്ഞു, അതാണ് റെസിസീവ് ട്രൈറ്റ്. അപ്പം ഇവിടെ പ്രധാനമായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഡോമിനൻ്റ് ട്രൈറ്റും റെസിസീവ് ട്രൈറ്റും ആണ്. ഇത് എക്സാമിന് എപ്പോഴും വിട്ട ഭാഗം പൂരിപ്പിക്കാം എന്ന രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതെങ്കിലും അടയാളപ്പെടുത്താൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ടോൾ എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി കൊണ്ടും ഡാർഫ് എന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ടി വെച്ചാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ടിയും സ്മോൾ ടിയും എടുത്തു. 2 ഗാമിറ്റ്സ് നമുക്ക് കിട്ടി, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കിട്ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് കിട്ടിയതെങ്കിലും നമുക്ക് ഉണ്ടായ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് ആണ്. അപ്പോൾ ടോൾ എന്നൊരു ക്യാരക്ടർ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ആ ക്യാപിറ്റൽ ടി അവിടെ എന്താണ്? ഡോമിനൻ്റ് ട്രൈറ്റ് ആണ്. അതായത് സ്മോൾ ടി അവിടെ പ്രസൻ്റ് ആണെങ്കിലും ആ ക്യാരക്ടർ അവിടെ ഹിഡൻ ആണ്, ഒളിഞ്ഞു കിടക്കുകയാണ്. ആ ക്യാരക്ടർ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് അതിനെ റെസിസീവ് ട്രൈറ്റ് എന്ന് പറയുന്നു. ഡോമിനൻ്റ് ട്രൈറ്റും റെസിസീവ് ട്രൈറ്റും. ദെൻ ഇദ്ദേഹത്തിന് വീണ്ടും പറഞ്ഞു അല്ലേ, ഉയരം കുറഞ്ഞ ചെടിയും ഉയരം കൂടിയ ചെടിയും കൂടി തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത് ഉയരം കൂടിയ ചെടി കിട്ടി. പിന്നെ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ വന്നിട്ട് ആ കിട്ടിയ ചെടി ഉണ്ടല്ലോ, ഏതാ ഉയരം കൂടിയതും കുറഞ്ഞതും കൂടി പോളിനേറ്റ് ചെയ്ത് വിത്ത് ഉൽപ്പാദിപ്പിച്ചില്ലേ, ഉയരം കൂടിയ ചെടി കിട്ടിയില്ലേ, ആ ചെടിയിലെ പൂക്കളെ തമ്മിൽ സെൽഫ് പോളിനേഷൻ ചെയ്തു. അടുത്ത ജനറേഷൻ സെൽഫ് പോളിനേഷൻ. ഫസ്റ്റ് ജനറേഷൻ കിട്ടിയതാ ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിനെ എന്താണ്? സെൽഫ് പോളിനേഷൻ ചെയ്താണ്. സെൽഫ് എന്ന് വെച്ചാൽ അതിനെ പോളിനേറ്റ് ചെയ്തു. അതിലെ പൂക്കളെ തമ്മിൽ പരസ്പരം പോളിനേറ്റ് ചെയ്തിട്ട് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇത് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിനെ പോളിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ കിട്ടുന്ന ഗാമിറ്റ്സുകൾ ഏതൊക്കെയാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ എന്ത് വരും? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, 2 ഗാമിറ്റ്സുകൾ അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ ആ ഗാമിറ്റ്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ദെൻ ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം ഈ ടി എടുക്കാം, ഈ ടി കൺസിഡർ ചെയ്യുക. ഈ ടി ഇവിടുത്തെ ക്യാപിറ്റൽ ടീനോട് ചേർന്നിട്ട് എന്തുണ്ടായി? ക്യാപിറ്റൽ ടി. ഓക്കെ, ഇവിടുത്തെ ക്യാപിറ്റൽ ടിയും കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? ക്യാപിറ്റൽ ടി എന്ന് പറയുമ്പോൾ എന്താ ചെടിയുടെ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾ പ്ലാന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഈ ടി അടുത്തതിനോട് ചേർന്നു, അടുത്ത സ്മോൾ ടീനോട് ചേർന്നിട്ട് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ ക്യാപിറ്റൽ ടി എന്താണ്? ഡോമിനൻ്റ് ട്രൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയ ചെടി എന്താണ്? ടോൾ പ്ലാന്റ് ആണ്. ഓക്കെ, ഇവിടെ കിട്ടിയ ചെടി ടോൾ പ്ലാന്റ് ആണ്. ഇവിടെയും കിട്ടി ടോൾ, ഇവിടെയും കിട്ടി ടോൾ. ദെൻ ഇവിടെ രണ്ടും കഴിഞ്ഞു അല്ലേ. ഈ ഗാമിറ്റ്സ് ഇത് രണ്ടിനോടും ചേർന്ന് 2 പ്രൊഡക്റ്റ് ഉണ്ടായി. ദെൻ അടുത്ത ഗാമിറ്റ്സ് എടുക്കുകയാണ് ഈ സ്മോൾ ടി. ഇവിടുത്തെ ക്യാപിറ്റൽ ടീനോട് ചേർന്നിട്ട് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി എന്താണ്? ഡോമിനൻ്റ് ട്രൈറ്റ് ആയതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു?
ടോൾ പ്ലാന്റ് ആണ് കിട്ടിയത്. ഓക്കെ, ഇത് അടയാളപ്പെടുത്താൻ എപ്പോഴും വരുന്നതാണ് കേട്ടോ എക്സാമിന്. ദെൻ അടുത്തത് ഈ ക്യാപിറ്റൽ ടിയും അല്ല സ്മോൾ ടീയും തമ്മിൽ ക്രിയേറ്റ് ചെയ്യാണ്, ബോണ്ട് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ടി അല്ല സ്മോൾ ടിയും ഈ സ്മോൾ ടിയും കൂടെ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടായി, സ്മോൾ ടി. അപ്പോൾ ഇത് രണ്ടും സ്മോൾ ടി ആയതുകൊണ്ട് അവിടെ ഡോമിനൻ്റ് ട്രൈറ്റ് ആയിട്ടുള്ള ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടായ ചെടി എന്നാണ്, ഡോർഫ്. ഓക്കെ, അപ്പം ഒരു 3 എണ്ണം ടോൾ പ്ലാന്റും ഒരെണ്ണം എന്തായി, ഡോർഫ് പ്ലാന്റും ആയി. ഒരു 3 എണ്ണം ടോൾ പ്ലാന്റും ഒരെണ്ണം ഡോർഫ് പ്ലാന്റും. ഈ ഒരു റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ജനറേഷൻ F2 ജനറേഷൻ ആണ്. ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായതെന്നാണ് F1 ജനറേഷൻ ടോൾ പ്ലാന്റ് ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, അവിടെ ഡോമിനൻ്റ് ട്രൈറ്റും റെസസീവ് ട്രൈറ്റും ഓർത്ത് വെച്ചിരിക്കുക. ദെൻ സെക്കൻഡ് ജനറേഷൻ സെൽഫ് പോളിനേഷൻ നടന്നിട്ട് സെക്കൻഡ് ജനറേഷൻ ഉണ്ടായിരിക്കുകയാണ്. സെക്കൻഡ് ജനറേഷനിലെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 റേഷ്യോ ആണ്. അതായത് 3 ടോൾ പ്ലാന്റും ഒരെണ്ണം ഡോർഫ് പ്ലാന്റും ആയിട്ട് കിട്ടുകയാണ് ചെയ്തത്. ഒരൊറ്റ ക്യാരക്ടർ വെച്ചിട്ടാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്തുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, അപ്പോൾ മെൻ്റൽ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് ഏതൊരു ക്യാരക്ടർ ആയിക്കോട്ടെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ്. ദെൻ നമുക്ക് ഒന്നാമത്തെ തലമുറയിൽ ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അല്ലേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ക്യാപിറ്റൽ ടീൻ്റെ ക്യാരക്ടറാണ് നമ്മളവിടെ കണ്ടത് അല്ലേ, ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കിട്ടിയത്. അങ്ങനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ക്യാരക്ടറിനെ പറയുന്നത് ഡോമിനൻ്റ് ട്രൈറ്റും, പിന്നെ അവിടെ സ്മോൾ ടി ഉണ്ടായിരുന്നു അല്ലേ, പക്ഷെ അത് നമുക്ക് ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്, അതിനെ റെസസീവ് ട്രൈറ്റ് എന്നും പറയുന്നു. പിന്നെ ഇവിടുത്തെ റേഷ്യോ ഓർത്ത് വെച്ചിരിക്കുക, 3:1 റേഷ്യോ. ദെൻ ഇദ്ദേഹം പറയുന്നൊരു പ്രത്യേകമായൊരു കാര്യമാണ്, ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യില്ല. അതായത് ഇപ്പോൾ ഒരു ടോൾ ആയിട്ടുള്ള പയറുചെടി എടുക്കുന്നു, ഡാർഫ് ആയിട്ടുള്ള പയറുചെടി എടുത്ത് നമ്മൾ പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ചെടി ടോളായിരിക്കും അല്ലെങ്കിൽ ഡോർഫാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് മിഡിൽ വലിപ്പത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇത് തമ്മിൽ അങ്ങനെ കൂടിക്കലരില്ല. ക്യാരക്ടേഴ്സ് ഒരിക്കലും കൂടിക്കലർന്ന് ഒരു മിഡിൽ വലിപ്പത്തിലുള്ള ഒരു ചെടി ഒരിക്കലും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന ചെടി ഉയരം കൂടിയതായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ചെടി ഉയരം കുറഞ്ഞതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ഇതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് അത് എന്തുകൊണ്ടാണ് 2 ടി കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാരക്ടറെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആയതുകൊണ്ടാണ് അവിടെ കൊടുത്തത്. ഒന്നാമത്തെ തലമുറയിലാണ് റെസസീവും ഡോമിനൻറ്റും പറയുന്നുണ്ട്. ക്യാപിറ്റൽ ടി ആണ് ഡോമിനൻറ്റ്, സ്മോൾ ടി ആണ് റെസസീവ് എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. റേഷ്യോ ആലോചിക്കണം, 3:1 റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം അദ്ദേഹം ചെയ്ത പരീക്ഷണം എന്ന് പറയുന്നത്. പ്രകടഗുണം, മലയാളത്തിൽ പ്രകടഗുണനം. നമുക്ക് കാണാൻ പറ്റുന്ന ഗുണത്തെ പ്രകടഗുണം എന്നും നമുക്ക് കാണാൻ പറ്റാത്തതിനെ ഗുപ്തഗുണം എന്നാണ് മലയാളത്തിൽ പറയുക. പ്രകടഗുണവും ഗുപ്ത ഗുണവും 3:1 റേഷ്യോ. ഇവ തമ്മിൽ ഘടകങ്ങൾ ഒരിക്കലും കൂടിക്കലരില്ല. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്തത് ഫീനോടൈപ്പും ജീനോടൈപ്പും ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഒരു മരം കണ്ടാൽ നമുക്കതിന് ഉയരമുണ്ട് എന്ന് മനസ്സിലാവും അല്ലേ, കാണുമ്പോൾ നമുക്ക് ഉയരമുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവും. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്ത് പറയും, ഫീനോടൈപ്പ് എന്ന് പറയും. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫീനോടൈപ്പും അതിന് കാരണമായ ജെനറ്റിക് കണ്ടന്റ്, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുത്തു. ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുത്താൽ നമുക്കറിയാം ടി എന്നത് ഡോമിനൻ്റ് ട്രൈറ്റ് ആണ്, അത് പ്ലാന്റ് എന്നത് ടോൾ ആയിരിക്കും, നമുക്കത് കാണാൻ സാധിക്കും ടോൾ. ആ ഒരു ടോൾ എന്ന ക്യാരക്ടറിനെ നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയും. അതിന് കാരണമായ ഈ ഒരു ജെനറ്റിക് ഘടനയെ നമ്മൾ പറയുന്ന പേരാണ് ജീനോടൈപ്പ്. ജെനറ്റിക് ഘടനയ്ക്ക് പറയുന്ന പേരാണ് ജീനോടൈപ്പ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നീട് അദ്ദേഹം പോയത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. മോണോ എന്ന് വെച്ചാൽ ഒരൊറ്റ ക്യാരക്ടർ വെച്ചിട്ടുള്ള ക്രോസിങ്. അപ്പോൾ ഡൈഹൈബ്രിഡോ 2 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അദ്ദേഹം ചെയ്തു നോക്കി അല്ലേ. ഒന്നാമത്തെ പരീക്ഷണത്തിൽ ഒരു കാര്യം മാത്രം വെച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒന്നില്ലെങ്കിൽ അച്ഛനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെയും എന്ത് കിട്ടി, കുട്ടികളെ കിട്ടി അല്ലേ. ഒരു 75% അച്ഛനെ പോലെ കിട്ടി, ഒരു 25% അമ്മയെ പോലെ കിട്ടുകയുണ്ടായി. ദെൻ അടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തതാണ് 2 ക്യാരക്ടർ. അതായത് ഉയരം കൂടിയ പയറുചെടി തന്നെ അദ്ദേഹം എടുത്തത്, പക്ഷേ അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് റൗണ്ട് വിത്തായിരുന്നു കേട്ടോ. ഉയരം കൂടിയ പയറുചെടിയും റൗണ്ട് വിത്തും, ഉയരം കുറഞ്ഞ പയറുചെടിയും ഫ്രിങ്കിൾഡ് അല്ലെങ്കിൽ ചുക്കിച്ചുളുങ്ങിയ വിത്തുമുള്ള ചെടിയാണ് അദ്ദേഹം 2 ക്യാരക്ടേഴ്സ് വെച്ചെടുത്തത്. മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ മാറ്റം വരാം, പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ ഡൈഹൈബ്രിഡ് ക്രോസിൽ എടുത്തിരിക്കുന്നത് ടോളും റൗണ്ടും, ഡാർഫും വ്രിങ്കിൾഡും.
അതായത് ഉയരം കൂടിയ പയറുചെടിയാണ്, ആ പയറുചെടിയുടെ വിത്ത് എന്ന് പറയുന്നത് റൗണ്ട് ആയിരിക്കും. രണ്ടാമത്തത് ഉയരം കുറഞ്ഞ പയറുചെടിയാണ്, അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് റൗണ്ട് വിത്തായിരിക്കും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത്. അതായത് ഇത് പാരന്റൽ പ്ലാന്റ് കണ്ടോ, ഉയരം കൂടിയ പയറുചെടിയാണ്, വിത്ത് റൗണ്ട് ആയിട്ട്, ഇത് ഉയരം കുറഞ്ഞത് വ്രിങ്കിൾഡ് ആയിട്ടുള്ള വിത്ത്. ഇതിൻ്റെ ഗ്യാമിറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ, ടി ക്യാപിറ്റൽ ടി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി, ടോളിൻ്റെ ക്യാപിറ്റൽ ടി. പിന്നെ റൗണ്ട് സീഡ് ആയതുകൊണ്ട് റൗണ്ട് സീഡിൻ്റെ ക്യാപിറ്റൽ ആർ. ഇവിടെ സ്മോൾ ടി അതായത് ഉയരം കുറഞ്ഞ സ്മോൾ ടി. വ്രിങ്കിൾഡ് ആയതുകൊണ്ട് വ്രിങ്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ സ്മോൾ ആർ അങ്ങനെ രീതിയിൽ കിട്ടി. ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുത്തു. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും, ഇവിടെ സ്മോൾ ടിയും സ്മോൾ ആറും ഗ്യാമെറ്റ്സിൽ കിട്ടി. ഇവ തമ്മിൽ ചേർന്നിട്ട് കിട്ടിയതാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഈ ക്യാപിറ്റൽ എന്ന ക്യാരക്ടർ, ക്യാപിറ്റൽ ഇതിലാണോ വരുന്നത് ആ ക്യാരക്ടറെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ടി ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടിയത് ടോൾ ആയിരിക്കും കേട്ടോ, ടോളാണ്. അതിൻ്റെ കൂടെ ക്യാപിറ്റൽ ആർ ഉണ്ട് അല്ലേ, സ്മോൾ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് ആ ഒരു ഡോമിനൻറ്റ് ക്യാരക്ടർ കാണിക്കും. ക്യാപിറ്റൽ ആർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റൗണ്ട്, ടോളും റൗണ്ട് ആയിട്ടുള്ള ചെടിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ടോളും ആയിരിക്കും, റൗണ്ട് ആയിട്ടുള്ള ചെടിയും കിട്ടി. ദെൻ ഇതിന് നേരത്തെ ചെയ്ത പോലെ സെൽഫ് പോളിനേഷൻ ചെയ്യാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ വരച്ച് ചെയ്താൽ നമുക്ക് പ്രാന്താവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫ് ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുവരെ ഒരു എക്സാമിനും ചോദിച്ച് കണ്ടിട്ടില്ല. ആകെ ചോദിച്ചത് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ചോദിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എന്ന രീതിയിൽ ആ ഗ്യാമെറ്റ്സുകൾ ചോദിക്കും. ഇവിടെ കിട്ടിയ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതും ചോദിക്കും. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആറും. ദെൻ അടുത്തത് സെക്കൻഡ് ജനറേഷൻ, അതായത് സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷനിൽ കിട്ടുന്ന ഗ്യാമെറ്റ്സുകൾ ചോദിക്കും. ഇവ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ, സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോൾ ഈ കിട്ടിയതിനെ സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോൾ കിട്ടിയ ഗ്യാമെറ്റ്സുകളാണ് 4 എണ്ണം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ എന്ന രീതിയിൽ കിട്ടി. അപ്പോൾ അതിനെ പരസ്പരം പോളിനേറ്റ് ചെയ്യണം. അതിന് ഗ്യാമെറ്റ്സുകൾ പോളിനേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 എന്ന റേഷ്യോയിലാണ് കിട്ടിയത്. ഇത് എക്സാമിന് ഒരു ചോദിച്ചാൽ ഇത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ചെയ്തു, ഇവ തമ്മിൽ ചെയ്തു, ഓരോന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഗ്യാമെറ്റ്സുകൾ ആലോചിച്ച് വെക്കണം. ഏതൊക്കെ ഗ്യാമെറ്റ്സ് ആണ്, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആണെന്നും, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ എന്ന ഗ്യാമെറ്റ്സ് ആലോചിച്ച് വെക്കണം. ഇവിടുത്തെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന രീതിയിലും ഇത് ആലോചിച്ച് വെക്കണം. ഈ 9:3:3:1 റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ 9 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ടോൾ പ്ലാന്റ് ആണ്. 9 എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയും ഒരു 9:ൽ ടോൾ ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള സീഡ് കിട്ടി, റൗണ്ട് ആയിട്ടുള്ള പ്ലാന്റ് കിട്ടി, ടോളും റൗണ്ട് ആയിട്ടുള്ളത് കിട്ടി. ഈ 3 എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്ത സമയത്ത് ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതായത് ടോൾ ആയിട്ടുള്ള ചെടിക്ക് വ്രിങ്കിൾഡ് ആയിട്ടുള്ള സീഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ടോൾ ആയിട്ടുള്ള പയറുചെടി അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് വ്രിങ്കിൾഡ് ആയിട്ട് 3 കിട്ടാം. then അടുത്തത് എന്താ, ഡാർഫ് ആയിട്ടുള്ള പയറുചെടിക്ക് റൗണ്ട് ആയിട്ടുള്ള വിത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. കണ്ടോ, ആദ്യം തന്നെ ഇവിടെ ചെയ്തു ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വന്നുകൊണ്ട് തന്നെ ടോൾ ആൻഡ് റൗണ്ട് സീഡാണ് കിട്ടിയത്. ഇവിടെ ഒന്ന് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇവിടെ രണ്ടും ക്യാപിറ്റൽ ടി, ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ. അപ്പോൾ എന്ത് കിട്ടി, ടോൾ ആൻഡ് റൗണ്ട് കിട്ടി. then ഇവിടെ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, അവിടെയും റൗണ്ടും ടോളും ആണ് കിട്ടിയത്. അപ്പോൾ ഒരു 9% എന്ത് കിട്ടി, ടോൾ ആൻഡ് റൗണ്ട് സീഡ് കിട്ടി. 3 എന്ന് പറയുന്നത് ടോൾ ആൻഡ് വ്രിങ്കിൾഡ് കിട്ടി. 3 ഡാർഫ് ആൻഡ് റൗണ്ട് കിട്ടി. ഈ 1 എന്ന് പറയുന്നത് എന്താ, ഡാർഫ് ആൻഡ് വ്രിങ്കിൾഡ് ആണ്. ഓക്കെ, കുറച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതൊരു വട്ടം വീഡിയോ കണ്ടിട്ട് മനസ്സിലായാലും ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് അദ്ദേഹം പരീക്ഷണം ചെയ്തത്. ഓക്കെ, അപ്പോൾ 2 പരീക്ഷണമാണ് ചെയ്തത്. ഒരു ക്യാരക്ടർ വെച്ചിട്ട് അദ്ദേഹം പോളിനേറ്റ് ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. വീണ്ടും രണ്ടാമത്തെ 2 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്തു.
ഇപ്പോൾ ഹൈബ്രിഡ് ക്രോസിൽ നിന്നും കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല. ഈ ഗ്യാമറ്റ്സുകൾ തന്നെ ചോദിക്കാറുള്ളൂ. ഈ റേഷ്യോ ചില സമയത്ത് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഈ ഒരു ഇതാണ് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഈ ഒരു പോളിനേഷനും ഇവിടുത്തെ ലെറ്റർ റെപ്രസെൻറ്റേഷനും കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് അദ്ദേഹം ചെയ്ത പരീക്ഷണം. ഓക്കെ, ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെറിഡിറ്റിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതും അല്ലാതെ പാരമ്പര്യമല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ജെനറ്റിക്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച ഒരാളാണ് ഗ്രിഹർ ജോഹാൻ മെൻഡൽ. അപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷണത്തിനായിട്ട് ഇദ്ദേഹം എടുത്തത് പയറുചെടിയാണ്. ആ പയറുചെടീൻ്റെ സയൻറ്റിഫിക് നെയിം ആലോചിച്ച് വെക്കണം, പൈസം സറ്റീവം. ആദ്യം അദ്ദേഹം പയറുചെടീൻ്റെ ഒരൊറ്റ ക്യാരക്ടർ വെച്ചാണ് ചെയ്തത്. ഉയരം കൂടിയതും കുറഞ്ഞതുമായ ക്യാരക്ടർ വെച്ച് ചെയ്തു. അതിനെന്ത് പറയുന്നു? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നു. അങ്ങനെ ചെയ്ത സമയത്ത് ഒന്നാമത്തെ തലമുറയിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഉയരം കൂടിയ പയറുചെടി തന്നെയാണ്. ആ ഉയരം കൂടിയ പയറുചെടീനെ തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു 3:1 റേഷ്യോയിലാണ് കിട്ടിയത്. അതായത് 3 ഉയരം കൂടിയതാണെങ്കിൽ 1 ഉയരം കുറഞ്ഞ രീതിയിലേക്ക് കിട്ടുകയുണ്ടായി. then അടുത്തത് അദ്ദേഹം 2 ക്യാരക്ടർ വെച്ച് ചെയ്തു. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു. എന്താ? ഉയരം കൂടിയതും റൗണ്ടും സീഡും ഉള്ളത് ചെടിയെടുത്തു, ഉയരം കുറഞ്ഞതും റിങ്കിൾഡ് ആയിട്ടുള്ള സീഡുള്ള ചെടിയെടുത്തു. ഇവ തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് 9:3:3:1 റേഷ്യോ കിട്ടി. അതായത് 9 എന്താ ടോളായിട്ട് റൗണ്ടായിട്ട് കിട്ടി, ഒരു 3 ടോളായിട്ട് റിങ്കിൾഡ് ആയിട്ട് കിട്ടി, 3 ഡോർഫായിട്ട് റൗണ്ടായിട്ട് കിട്ടി, 1 മാത്രം ഡോർഫ് ആൻഡ് വ്രിങ്കിൾഡ് ആയിട്ട് കിട്ടുകയാണ് ഉണ്ടായത്. ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ക്യാരക്ടറെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടറാണെന്ന് പഠിച്ചു. പിന്നെ ഫീനോടൈപ്പ് പറഞ്ഞു, ജീനോടൈപ്പ് പറഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫീനോടൈപ്പ്, അതിന് കാരണമായ ജെനറ്റിക് കോഡിനെ പറയുന്നതാണ് ജീനോടൈപ്പ് എന്ന്. പിന്നെ ഡോമിനന്റ് ട്രൈറ്റ് പഠിച്ചു, റെസസീവ് ട്രൈറ്റ് പഠിച്ചു. ഡോമിനന്റ് ട്രൈറ്റ് എന്താ? നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലേ, നമുക്ക് അപ്പിയർ ആയ ക്യാരക്ടറാണ് ഡോമിനന്റ് ട്രൈറ്റ്. നമുക്ക് ഹിഡൻ ആയി കിടക്കുന്നത് റെസസീവ് ട്രൈറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ റേഷ്യോ ആലോചിച്ച് വെക്കണം, 3:1 റേഷ്യോ ആണ്. ഇത്രയും കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം മെയിനായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാരക്ടേഴ്സ് ഒരിക്കലും കൂടിക്കലരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി. അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം തെറ്റിപ്പോയി. ക്യാരക്ടേഴ്സ് ഒരിക്കലും കൂടിക്കലരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ വരുന്നതാണ് മെൻഡലിൻ്റെ അനുമാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരസ്പരം ഇത് കൂടിക്കലരില്ല, സ്വതന്ത്രമായി തന്നെയാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റിപ്പോയി. അത് തെറ്റിപ്പോയിട്ടുള്ള 2-3-4 റീസൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോൺ മെൻറ്റലിയൻ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. നോൺ മെൻറ്റലിയൻ ഇൻഹെറിറ്റൻസ് ഫസ്റ്റ് തെറ്റിപ്പോകാൻ കാരണം അദ്ദേഹം എന്താ പറഞ്ഞാൽ, ഉയരം കൂടിയതും കുറഞ്ഞതും കൂടി പോളിനേറ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ചെടി ഉയരം കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ ഉയരം കുറഞ്ഞതായിരിക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു മിഡിൽ വലുപ്പത്തിൽ കിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഓക്കെ, പക്ഷേങ്കിൽ ഇവിടെ 10 മണി 4 മണി പൂവെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ പൂവിൻ്റെ കേസിൽ ചുവന്ന പൂവും വെള്ളപ്പൂവും തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത്, ചുവന്ന പൂവും വെള്ളപ്പൂവും തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പിങ്ക് കളറ് പൂ കിട്ടുകയുണ്ടായി, ഒരു പിങ്ക് റോസ് കളറ് പൂ കിട്ടുകയുണ്ടായി. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. അതായത് അതിന് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പൂക്കൾ 10 മണി പൂവിൻ്റെ 2 ക്യാരക്ടറും കൂടെ മിക്സ് ആയിട്ട് വന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. രണ്ടാമത്തെ നിങ്ങൾ പശുക്കളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. പശുക്കളുടെ 2 കളേഴ്സ് ഉണ്ടാവും അല്ലേ. ചിലതിന് 2 ഷെയ്ഡായിട്ട് കാണാം, ബ്ലാക്കോ വൈറ്റോ അല്ലെങ്കിൽ ബ്രൗണോ വൈറ്റോ ആ രീതിയിൽ കാണാം. അതായത് അത് കോ ഡോമിനൻസ് എന്ന് പറയുന്നത് രണ്ട് ക്യാരക്ടറും ഒരുപോലെ വന്ന് നിൽക്കുന്നതിനെയാണ് കൂടിക്കലർ. 2 ക്യാരക്ടറും ഒരുപോലെ ഒരേ സമയത്ത് വന്ന് നിൽക്കുന്നതാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. തന്നെ അടുത്തതാണ് എബിയോ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. എബിയോ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒന്നുമില്ല, നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ, എബിയോ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് 2 അല്ലീൽസുകളാണ്. അതായത് IA, IB, IO എന്ന ക്യാരക്ടേഴ്സാണ്, അല്ലീൽസുകളാണ് നമ്മളുടെ ജീനുകൾ. ഓക്കെ, ജീനുകളാണ് നമുക്ക് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ 2 അല്ലീൽസ് വരുന്നതിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറയുന്നത്. അടുത്തത് സ്കിൻ കളർ. നമ്മളുടെ സ്കിന്നിൻ്റെ കളർ വരുന്നത് ആരാ? നമ്മളുടെ സ്കിന്നിൻ്റെ കളറ് മെലാനിനാണ് കേട്ടോ, ഓർത്ത് വെച്ചിരിക്കണം. നമ്മുടെ സ്കിന്നിന് കളർ തരുന്നത് മെലാനിനാണ്. മെലാനിൻ്റെ അളവ് കൂടുമ്പോഴനുസരിച്ച് നമ്മൾ ഡാർക്ക് ആവുകയും മെലാനിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ കളറ് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പം ഈ മെലാനിൻ നമുക്ക് സ്കിന്നിൻ്റെ കളർ ചെയ്യുന്നത് ഡിഫറൻസ് ജീനുകൾ തമ്മിൽ, ഡിഫറൻസ് അല്ലീലുകൾ കൂടിച്ചേർന്ന് അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് കളർ. ഒരുപാട് അല്ലീൽസുകൾ കൂടിച്ചേരുന്നതുകൊണ്ട് തന്നെ പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്നും പറയുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ കൂടി കലരാതിരിക്കുന്നില്ല, കൂടി കലരുക തന്നെ ചെയ്യും. അതായത് അദ്ദേഹം ചെയ്തതിൻ്റെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തെറ്റാന്ന് പ്രൂവ് ചെയ്യാനുള്ള 4 ക്യാരക്ടേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലീൽസം, പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്.
ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് പാരൻസിനെ പോലെയല്ല, അച്ഛനും അമ്മേനെ പോലെയല്ല മക്കൾ എന്നൊരു ക്യാരക്ടർ ഇല്ലേ, അങ്ങനെയല്ല, പാരൻസിന് ഇല്ലാത്ത എന്തൊക്കെയോ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. ചില കേസിൽ കാണാം അച്ഛനും അമ്മയുടെ മുടിയൊക്കെ നീണ്ടതായിരിക്കാം, പക്ഷെ ഉണ്ടാവുന്ന കുട്ടിയുടെ മുടി ചുരുണ്ടിട്ട് കാണാം. ഇത് നേരെ തിരിച്ചും കാണാം. അവർക്ക് ഇല്ലാത്ത എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് 2 കാരണമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ കാരണത്തിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ആണ് എന്ത്, ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആണ് ക്രോസിംഗ് ഓവർ. നമ്മളെങ്ങനെ ഉണ്ടാവും നമുക്കറിയാം അല്ലേ, ഫെർട്ടിലൈസേഷൻ സംഭവിച്ചല്ലേ, ഓവവും സ്പേമും കൂടി ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചാണ് നമ്മൾ അടുത്ത തലമുറയെ നിർമ്മിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്രോമസോം, നമുക്ക് എത്ര ക്രോമസോം ഉണ്ട്? ഓക്കെ, 46 ക്രോമസോം ഉണ്ട് അല്ലേ. ഒരാളുടെ ശരീരത്തിൽ 46 ക്രോമസോം ഉണ്ട്. ഈ അമ്മ 46ഉം അച്ഛനും 46ഉം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനാവില്ല, നമ്മൾ വേറെ എന്തെങ്കിലും ജീവിയാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ പകുതിയെ നമുക്ക് കിട്ടുള്ളൂ. അമ്മയിൽ നിന്ന് 23ഉം അച്ഛനിൽ നിന്ന് 23ഉം കിട്ടിയിട്ടാണ് നമ്മൾ 46ലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ വലുതായി വളർന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ പാർട്ട്ണറുമായിട്ട് ചേരുമ്പോൾ നമ്മളിൽ നിന്ന് 23ഉം പാർട്ട്ണറിൽ നിന്ന് 23ഉം എത്തിയിട്ട് നമ്മളുടെ കുഞ്ഞിലേക്ക് പോവുകയുള്ളൂ. അതായത് ഈ ഫെർട്ടിലൈസേഷൻ സമയത്ത് ഒരു സ്റ്റേജ് ഉണ്ട്, അതിനെയാണ് മിയോസിസ് എന്ന് പറയും. മിയോസിസ് എന്നാണ് പറയുക. അതായത് സെൽ ഡിവിഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേജിനെ മിയോസിസ് എന്ന് പറയുന്നത്. അതായത് സെൽ ഡിവിഷൻ നടക്കുന്നു. ക്രോമസോമിന് ഡിവിഷൻ നടന്നിട്ട് 23 അമ്മയിൽ നിന്നും 23 അച്ഛനിൽ നിന്നും വന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ ആ ഒരു ക്രോമസോം നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപോലെയുള്ള ക്രോമസോംസുകൾ അടുത്തടുത്ത് വരും. അതായത് നമ്മൾ സൊമാറ്റിക് ക്രോമസോംസ് പഠിച്ചു അല്ലേ, ഒരുപോലെയുള്ള ക്രോമസോമുകൾ അച്ഛനിൽ നിന്നുള്ള അതേ ഒരുപോലെയുള്ള അമ്മയുടെ അച്ഛനിൽ നിന്നുള്ള ക്രോമസോം, ഒരുപോലെയുള്ള ക്രോമസോം അമ്മയിലെ ഒരുപോലെയുള്ള ക്രോമസോമുകളും അടുത്തടുത്ത് വരും. ഓക്കെ, അച്ഛനും സൊമാറ്റിക് ക്രോമസോമിൽ ഏതെങ്കിലും ഒന്ന് വരുമ്പോൾ അമ്മയിൽ നിന്ന് അതേ രൂപത്തിലുള്ള ഒരു സൊമാറ്റിക് ക്രോമസോം നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത്, ഇങ്ങനെ ക്രോമസോമുകൾ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ ക്രോമസോംസിനുള്ളിലെ മെറ്റീരിയൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യപ്പെടും ചില കേസിൽ. അതാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ സമയത്ത് അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമസോമും അച്ഛനിൽ നിന്ന് കിട്ടിയ ക്രോമസോമും ഐഡൻറ്റിക്കൽ ആയിരിക്കണം. ഒരുപോലത്തെ ക്രോമസോമുകൾ അടുത്തടുത്ത് വരികയും അവിടുത്തെ ജെനറ്റിക് മെറ്റീരിയൽസ് ഇവർക്ക് മുറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യാം. ഇതിലുള്ള പല കഷ്ണങ്ങൾ ഇങ്ങോട്ട് ചേരാം, ഇങ്ങോട്ടുള്ള കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാം. ആ രീതിയിൽ ഈ രീതിയിലേക്ക് മാറ്റം സംഭവിക്കാം. അത് ഒരു കാരണമാണ് അച്ഛൻ്റെ അമ്മയിലെ നിന്നും വേരിയേഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അച്ഛനും അമ്മയ്ക്ക് ഇല്ലാത്തൊരു ക്യാരക്ടർ നമുക്ക് കിട്ടാനുള്ള ഒരു കാരണം എന്താണ്, ക്രോസിംഗ് ഓവറാണ്. ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് ലാസ്റ്റ് പോർഷനാണ് മ്യൂട്ടേഷൻ. അടുത്ത ഒരു വേരിയേഷനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളെ ശരീരഘടനയ്ക്ക് വരുന്ന ഒരു മാറ്റമാണ്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾക്കറിയാം കാസർഗോഡ് എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ വിഷവാതകം തളിച്ചു അല്ലേ, ഹെലികോപ്റ്ററിൽ തളിക്കുകയുണ്ടായി. കശുമാവിന് തളിക്കുന്ന സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിൻ്റെ ശരീരത്തിലേക്ക് അതെത്തും. വെള്ളത്തിലൂടെയോ എന്തിലൂടെയൊക്കെയോ നമ്മളുടെ പ്രഗ്നൻ്റ് ആയ വുമൻ്റെ ശരീരത്തിൽ എത്തിക്കുകയും ആ പ്രഗ്നൻ്റ് ആയ കുഞ്ഞിലേക്ക്, ആ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ജീനിലെ ഘടനയ്ക്കൊക്കെ മാറ്റം വന്ന് ഉണ്ടാവുന്ന കുട്ടികൾക്ക് പല പല രോഗങ്ങളും അംഗവൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ മതി എൻഡോസൾഫാൻ ബാധിച്ചവരുടെ, അത് കറക്റ്റായിട്ട് നമുക്ക് ആ പിക്ചർ കാണാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു കെമിക്കലിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ടോ, അല്ലെങ്കിൽ നാച്ചുറലി വരാം, സാധാരണ രീതിയിലും അത് വരാം, അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ DNA ഡിപ്ലിക്കേഷൻ കൊണ്ടോ നമ്മുടെ ശരീരഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് വേരിയേഷന് കാരണമാകും. അപ്പോൾ മ്യൂട്ടേഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചോളണം. മ്യൂട്ടേഷൻ ഈസ് ദി സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളുടെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ തൈമിനും മേലെയായിരുന്നു, അഡിനിനും താഴെയായിരുന്നു അല്ലേ. പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിനെയാണ് മാറ്റങ്ങൾ സംഭവിച്ചു. ആ ഒരു അറേഞ്ച്മെൻറ്റ്സിന് പല മാറ്റം വന്നു. ആ ചെറിയൊരു അറേഞ്ച്മെൻറ്റ്സിൻ്റെ മാറ്റം നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതാണ് രണ്ടാമത്തെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷന് കാരണമായത് ഒന്നില്ലെങ്കിൽ DNA റിപ്ലിക്കേഷൻ വരാം കേട്ടോ, DNA റിപ്ലിക്കേഷൻ വരാം, പിന്നെ കെമിക്കൽസിൻ്റെ യൂസോ റേഡിയേഷനോ എന്തെങ്കിലും കാരണം കൊണ്ട് മ്യൂട്ടേഷൻ സംഭവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ് നല്ല രീതിയിൽ തന്നെ എക്സാമിന് ചോദിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് പഠിച്ചോളുക. ദെൻ അടുത്തത് വേരിയേഷനിൽ 2 നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷൻ. ഓക്കെ, ക്രോസിംഗ് ഓവർ എന്താണ്, മ്യൂട്ടേഷൻ എന്താണെന്ന് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫെർട്ടിലൈസേഷൻ സമയത്ത് അച്ഛൻ്റെയും അമ്മേൻ്റെയും ക്രോമസോമുകൾ അടുത്ത് വരികയും അവരുടെ ജെനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തൊരു ക്യാരക്ടർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്
എന്തിനെങ്കിലും കെമിക്കൽസിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറലി എന്താ പെട്ടെന്ന് നമ്മൾ ഘടനയ്ക്ക് നമ്മളുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ അതിന് എന്താ വേരിയേഷൻ ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പം മ്യൂട്ടേഷനും എന്താ ക്രോസിംഗ് ഓവറും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.